മലയാളം ബിഗ് ബോസ് സീസൺ 7 ഈ സീസൺ തുടങ്ങിയത് മുതൽ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ഗെയിമറായിരുന്നു നമ്മുടെ ഷാനവാസ്. പിന്നീട് അക്ബറിൻ്റെ ടീമിനെയൊക്കെ തകർക്കാൻ വേണ്ടി ഷാനവാസ് ഒരു ടീം ഉണ്ടാക്കി. നമ്മുടെ ഷാനവാസ്, ഒനിയിൽ, അഭിലാഷ്. പിന്നീട് അവർ 3 പേരും കൂടി ഒറ്റക്കെട്ടായി നിന്നാണ് നമ്മുടെ അക്ബറിൻ്റെ ടീമിനെയും നേരിട്ടുകൊണ്ടിരുന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച അക്ബറും ഷാനവാസും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതിനവരെ കൺഫെഷൻ റൂമിൽ വിളിച്ച് വാണിംഗ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ അക്ബറും ഷാനവാസും പുറത്തിരുന്ന് കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഷാനവാസിൻ്റെ രോഗവിവരമൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ അക്ബർ സത്യം പറഞ്ഞാൽ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ നിർത്തി ഷാനവാസിക്കാന്ന് പറഞ്ഞ് കൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഷാനവാസിനും മനസ്സലിഞ്ഞ് ഇപ്പോൾ ഷാനവാസ് അക്ബറിൻ്റെ ടീമിലായോ എന്നൊരു സംശയമുണ്ട്. അതായത് നമ്മുടെ ഒനീലിനോടും അഭിലാഷിനോടും വലിയ മിണ്ടാട്ടമൊന്നുമില്ല. എന്തായാലും ഇന്നലെ നമുക്ക് ലൈവ് കാണുന്നവർക്കറിയാം, സദ്യയൊക്കെ കഴിഞ്ഞ് ഇവരിരുന്ന് വർത്താനം പറയുമായിരുന്നു. ഹൗസിലുള്ള പലരും നമ്മുടെ വൈൽഡ് കാർഡുകളെ വേറൊരു ടീമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ അഭിലാഷ് അങ്ങനെയല്ല. അഭിലാഷ് അവരോടും സംസാരിക്കുന്നുണ്ട്, ഇവിടെ ആദ്യം മുതലുള്ളവരോടും സംസാരിക്കുന്നു. അങ്ങനെ മസ്താനി പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ ഇന്നലെ രാത്രിയിൽ ഒരു പ്രശ്നം നടന്നല്ലോ, നമ്മുടെ ഷാനവാസും അക്ബറും ശരത്തും നെവീനും ഒക്കെ തമ്മിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അഭിലാഷ് വന്നിപ്പോൾ ഷാനവാസിനോട് സംസാരിക്കുകയാണ്. എന്തിനാണ് ഇന്നലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? മസ്താനി പോയി പാത്രം കഴുകി വെച്ചോ? അതുമില്ല. പിന്നെ എന്തിനാണ് ഇന്നലെ ഒരു ഗുണ്ടായിസം പോലെ അങ്ങനെ ചെയ്തത്? അവളോട് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ കഴുകുമായിരുന്നു എന്ന് നമ്മുടെ അഭിലാഷ് ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് നമ്മുടെ ഷാനവാസിനോട്. ഉടനെ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ഷാനവാസ് അഭിലാഷിനോട് ചൂടാവുകയാണ്. എനിക്കറിയാം നിന്റെ ഗെയിം എന്താണെന്നൊക്കെ, നീ പോയി കളിക്കടാ എന്നൊക്കെ നമ്മുടെ ഷാനവാസ് ഒരു കാര്യവുമില്ലാതെ അഭിലാഷിനോട് ദേഷ്യപ്പെടുകയാണ്. ഇനി ഷാനവാസിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ അഭിലാഷ് പറയുന്നത്, ഞാൻ നിങ്ങൾക്കെതിരെ ഇതുവരെ ഇവിടെ കളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ പുറത്തു പോകുമ്പോൾ ലൈവൊക്കെ എടുത്തൊന്ന് കാണണം, എപ്പിസോഡൊക്കെ ഒന്ന് എടുത്ത് കാണണം. ഞാൻ എന്താണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണണം. ഈ കിടക്കുന്ന ശരത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കാം. പക്ഷേ നിങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങളെ ഇതുവരെ ഞാൻ ഷാനവാസിക്ക എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി മുതൽ എന്തായാലും അങ്ങനെയില്ല. ഷാനവാസ് അത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിലാഷും തിരിച്ച് ഷാനവാസിനോട് ചൂടാവുകയാണ്. ഷാനവാസ് ഇപ്പോൾ അക്ബറിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഈ ഒരു സ്വഭാവമാറ്റം ഉണ്ടായതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവാം. അതുമല്ലെങ്കിൽ ഇന്നലെ കിരീടയുദ്ധം ടാസ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ നെവീനെ ഷാനവാസ് കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് നെവീൻ തിരിച്ചു പറയുന്നത്, താൻ മിണ്ടാതിരിക്കടോ, ഞാൻ പോയപ്പോൾ, അതായത് പുറത്തു പോയപ്പോൾ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്, താനൊന്നും സംസാരിക്കണ്ട എന്ന്. നെവീൻ അത് പറഞ്ഞതിൽ പിന്നെയാണ് ഷാനവാസിന് അഭിലാഷിനോടൊരു ദേഷ്യവും ഒരു അകൽച്ചയൊക്കെ ഉണ്ടായത്. കാരണം നെവീൻ പുറത്തു പോയപ്പോൾ എനിക്കെൻ്റെ കണ്ടന്റാണ് നഷ്ടപ്പെട്ടതെന്ന് ഷാനവാസ് പറഞ്ഞ ഏക ഒരു വ്യക്തി അഭിലാഷാണ്. അഭിലാഷിനോട് മാത്രമാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത്. ആ കാര്യം അത് നെവീൻ അറിയണമെങ്കിൽ അഭിലാഷ് തന്നെ പറഞ്ഞതാണ് എന്ന് ഷാനവാസിന് അറിയാം. അതുമല്ല, ഷാനവാസ് അങ്ങനെ നെഗറ്റീവായിട്ടല്ല നമ്മുടെ അഭിലാഷിനോട് അത് പറഞ്ഞത്. പക്ഷേ അഭിലാഷ് അത് ഉൾക്കൊണ്ടത് ഒരു നെഗറ്റീവായിട്ടാണ്. അതായത് നെവീൻ പുറത്തു പോയിട്ടും ആ ഒരു സങ്കടമില്ല, അയാൾക്ക് കണ്ടന്റ് നഷ്ടമായതിൻ്റെ സങ്കടമാണെന്ന് അന്ന് തന്നെ അഭിലാഷ് ഒനീലിനോടും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് അവൻ അതുപോലെ തന്നെ നെവീനോട് പോയി പറഞ്ഞത് കൊണ്ടായിരിക്കണമല്ലോ ഇപ്പോൾ നെവീൻ ആ ഒരു ദേഷ്യം ഷാനവാസിനോടുള്ളത്. അതുകൊണ്ടുമാവാം ഷാനവാസിന് ഇപ്പോൾ അഭിലാഷിനോടൊരു ദേഷ്യം. അതാണ് ഷാനവാസ് അങ്ങനെ പറയുന്നതും. നിന്റെ ഗെയിം എന്താണെന്നൊക്കെ എനിക്കറിയാം, നീ കളിക്കടാ എന്നൊക്കെ പലതവണ പറയുന്നത് എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം ഇതെന്ന് ഷാനവാസ് വിശ്വസിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇപ്പോൾ അഭിലാഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു വിള്ളൽ വന്നിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.